യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പലവിധമായ വിചാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും കടന്നു പോകുന്നവരാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലായിരിക്കുന്ന ഓരോ മാതാപിതാക്കളും താൻ അധ്വാനിക്കുന്ന ഫലത്തിൽ നിന്ന് മിച്ചം വയ്ക്കാൻ കഴിയാതെ വണ്ണം ഏറെ ഭാരപ്പെടുന്ന ദൈവമക്കളുണ്ട്, ദൈവജനമുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാമത് ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ നിന്ന് കാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള വിചാരങ്ങൾ, അവിടെ വിദ്യാഭ്യാസം, അവിടെ വിവാഹ ജീവിതം എങ്ങനെയാകുന്നൊക്കെ നമുക്ക് വിചാരങ്ങളുണ്ട്, സാമ്പത്തിക ഞെരുക്കത്തിലായതുണ്ട്. എന്നാൽ ദൈവം പറയണ, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം. അതെ, സകല ബുദ്ധിയും നമ്മുടെ ചിന്തയല്ല, ദൈവത്തിൻ്റെ ചിന്ത. വചനം പറയുന്നു, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വിചാരങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. എന്നാൽ ആ ദൈവിക സമാധാനം വരണമെങ്കിൽ ക്രിസ്തു യേശുവിലേക്ക് നമ്മൾ ചെല്ലേണ്ടത് ആവശ്യമാണ്. മത്തായി സുവിശേഷത്തിൽ കാണുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നതുമായവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. നമ്മൾ ഓരോരുത്തരും പലതരത്തിലുള്ള ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ നമ്മൾ പ്രയാസപ്പെടുന്നവരാണ്, പല വിചാരങ്ങളുള്ളവരാണ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു മുന്നമേ നമ്മളെക്കുറിച്ച് അറിഞ്ഞവനായിരുന്നു. അതാ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായവരെ. നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് ഒന്നും മിച്ചം വയ്ക്കുവാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? എന്നാൽ അവിടെ ദൈവം പറയാൻ, അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നതുമായവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. നമ്മൾ കഷ്ടത്തിലായിരിക്കുമ്പോൾ, പ്രയാസത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അല്ലേ? എന്നാൽ അതിലും നമ്മൾ ദൈവസ്ഥനെ ഒന്നും മുട്ടുമടക്കാൻ കഴിയുമോ? ഇവിടെ പറയുന്നു, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം. ഹല്ലേലൂയ. അത് ക്രിസ്തു യേശുവിങ്കിൽ നിന്ന് നമുക്ക് തരും. ഹല്ലേലൂയ. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ, ആ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ഈ ക്രിസ്തുവിലേക്ക് ഒന്ന് നോക്കാൻ കഴിയുമോ? ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാം അധ്യായം 6-ാമത്തെ വചനം ഇങ്ങനെ വായിക്കും: നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിലേക്ക് സ്തോത്രത്തോടെ അർപ്പിക്കണം. പിതാവേ, എനിക്ക് കഴിയുന്നില്ല, അങ്ങ് എനിക്ക് ഒരു വഴി ഒരുക്കി തരണമേ, ഒരു സമാധാനം ഒരുക്കി തരണമേ എന്ന് പറയുമ്പോൾ ദൈവം അതിന് മധ്യേ ക്രിസ്തു യേശുവിലൂടെയുള്ള സമാധാനം നമ്മളെ നടത്തുവാൻ മധ്യേ ദൈവമാണ്. ഈ വചനം നിങ്ങളുടെ